നമ്മുടെ ഈ ചെറിയ ഒരു സദസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗത പ്രസംഗത്തിനായി ഓൾ ഇന്ത്യ ആയുർവേദ എംപ്ലോയീസ് ആൻഡ് തെറാപ്പിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ബോബി വർഗീസിനെ ക്ഷണിക്കുന്നു. ഏറെ സ്നേഹവും ബഹുമാനമുള്ള ആദ്യങ്ങളിലെ പ്രിയപ്പെട്ടവരെ, ആയുഷ് മേഖലയിലെ വിവിധ പ്രശ്നങ്ങളും സതുദ്ദേശങ്ങളുമായി ഒരു തൊഴിൽ സംരക്ഷണ ജാഥ കാസർഗോഡ് മുതൽ ഡിസംബർ 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ തിരുവനന്തപുരം നെടുമങ്ങൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു തൊഴിൽ സംരക്ഷണ ജാഥ ഈ ആദ്യങ്ങളിലെ മണ്ണിലെത്തിയിരിക്കുകയാണ്. ആയുഷ് മേഖലാ പാർട്ടിയുടെ അധ്യക്ഷനായി ശ്രീ ഷാജി വിശ്വനാഥൻ അവരുടെ ക്ഷണിക്കുന്നു. ഇന്ന് പ്രവർത്തിക്കുന്ന ആയുഷ് മേഖല തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അഹോരാത്രം പ്രകടിപ്പിക്കുന്ന നമ്മുടെ ജാഥ ക്യാപ്റ്റനായ ശ്രീ വല്ലഭ മോഹൻ, ശ്രീ ഷാജൻ. സുഹൃത്തുക്കളെ, ഗുരുനാഥന്മാരെ, വൈദ്യ സുഹൃത്തുക്കൾ, കേരളത്തിലെ ആയുഷ് മേഖലയുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 5-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ ആറ്റിങ്ങൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നാളെ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ച് നെടുമങ്ങാട് സമാപിക്കും. ജാഥയുടെ ഉദ്ദേശങ്ങൾ: കേന്ദ്ര സർക്കാർ ആയുഷ് മേഖലാ തൊഴിലാളികളെ തൊഴിൽ വിഭാഗമായി പരിഗണിച്ച് മിനിമം വേജസിന്റെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക, പാരമ്പര്യ നാട്ടു വൈദ്യന്മാരുടെ തൊഴിലാളികളുടെയും തൊഴിൽ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ കൗൺസിൽ രൂപീകരിക്കുക, അന്യം നിന്നു പോകുന്ന പച്ചമരുന്നുകളുടെ സംഭരണത്തിനും ശേഖരണത്തിനും കൃഷിക്കുമായി ഔഷധ സസ്യ ബോർഡ് ജനകീയവൽക്കരിച്ചുകൊണ്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ കൃഷി വിപുലമാക്കുന്നതിനും ശേഖരിക്കുന്നതിനും സംഭരിക്കുന്നതിനും വേണ്ട നടപടികൾ അടിയന്തരമായി നടപ്പാക്കുക, തൊഴിലാളികളുടെ മക്കൾക്ക് ആയുർവേദ മേഖലയിൽ ആയുഷ് മേഖലയിൽ പണിയെടുക്കുന്നവരുടെ മക്കൾക്ക് പഠിക്കുന്നതിന് സംവരണം ഏർപ്പെടുത്തുക, അതുപോലെ തന്നെ ആയുഷ് സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ മിനിമം വേജസ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായി കിട്ടുന്നില്ല. ഇത് കിട്ടുന്നതിന് വേണ്ടി ലേബർ ഡിപ്പാർട്ട്മെൻറ്റും അതിനുപരിയായി നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രിയും അടിയന്തരമായി ഇടപെടുക, ഇന്റർ സ്റ്റേറ്റ് മൈഗ്രേമെന്റ് ആക്ട് നടപ്പാക്കുക, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്ന ആയുർവേദ മരുന്നുകൾക്ക്, വിശിഷ്യ ആയുഷ് മേഖലയിലുള്ള മരുന്നുകൾക്ക് 2% സെസ് ഏർപ്പെടുത്തി ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുകയും നിർദ്ധരരായ, കഷ്ടത അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന പ്രായമായ ഞങ്ങളുടെ മുൻതലമുറക്കാരായ പ്രവർത്തകർക്ക് സഹായം നൽകുക തുടങ്ങി 10ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ജാഥ ആരംഭിച്ചിട്ടുള്ളത്. ഈ ജാഥയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആയുഷ് മേഖലയിലുള്ളവരുടെ അഭിപ്രായ സ്വരൂപീകരണമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇതിൽ പ്രധാനമായി പ്രധാനമന്ത്രിക്കും തൊഴിൽ വകുപ്പ് മന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പുറമെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും തൊഴിൽ വകുപ്പ് മന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഞങ്ങൾ നിവേദനം നൽകുന്നുണ്ട്. ഈ നിവേദനത്തിൽ ഉൾപ്പെടുത്തേണ്ട ഓരോ മേഖലക്കാരുടെയും ദൈനംദിനം നേരിടുന്ന പ്രശ്നങ്ങളെ സവിസ്തരം മനസ്സിലാക്കിക്കൊണ്ടും അവരിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ടും നിവേദനങ്ങൾ സ്വീകരിച്ചുകൊണ്ടുമാണ് ഈ ജാഥ ഇന്ന് ആറ്റിങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ജാഥയ്ക്ക് ആറ്റിങ്ങിലാണ് സമാപനം. നാളെ കഴക്കൂട്ടത്തു നിന്നാണ് ജാഥ ആരംഭിക്കുന്നത്. ഈ ജാഥ നെടുമങ്ങാട് മുൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ദിവാകരൻ അവർ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ ശ്രീജ, NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി, വാർഡ് കൗൺസിലർമാർ, രാഷ്ട്രീയ നേതാക്കന്മാർ അടക്കമുള്ളവർ ഈ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഈ മേഖലയിലുള്ള മുഴുവൻ പേരുടെയും നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരിലും ഉള്ളവർ അകമഴിഞ്ഞ സഹായവും സഹകരണവും നൽകി നാട്ടുകാരുടെ നിർലോഭമായ സഹകരണം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ നിർലോഭമായ സഹകരണം കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക. ഇതിനുപരിയായി ഫെബ്രുവരിയിൽ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുക. പാർലമെന്റ് മാർച്ചിലേക്ക് നൽകുന്ന അധികാരികൾക്ക് നൽകുന്ന നിവേദനങ്ങളിലേക്കും നിങ്ങളുടെ എവിടെയും അകമഴിഞ്ഞ സഹായമുണ്ടാകണം, അതിനുപരി നിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ ജാഥ ഇന്നുവരെ സമാപിക്കുകയാണ്. നാളെ കഴക്കൂട്ടത്തു നിന്നാണ് ഞങ്ങൾ ജാഥ ആരംഭിക്കുന്നത്. നാളെ വൈകുന്നേരം 5 മണിക്ക് നെടുമങ്ങാട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ നിങ്ങളുടെ മുഴുവൻ പേരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ജാഥാ പരിപാടിയിൽ സ്വീകരണം നൽകിയ മുഴുവൻ പേർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം ഇത് ശ്രമിച്ച നല്ലവരായ നാട്ടുകാരുടെ മുഴുവൻ പേരെയും ഇക്കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ആശീർവാദം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്
അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അസംഘടിത മേഖലയിലുള്ള ആയുഷ് മേഖലയിലെ ആയുർവേദം അടക്കമുള്ള ജീവനക്കാർക്ക് അവരുടെ മിനിമം തൊഴിൽ നൽകാനുള്ള സാധ്യത ഉണ്ടാകണം. മരുന്നുകൾക്കാർക്കും മരുന്ന് പേറ്റൻ്റായിട്ടുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കമ്പനികൾക്കും പണിയെടുത്ത് ജീവിക്കുന്ന പാവങ്ങൾക്ക് മിനിമം സാലറി ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതുപോലെ 10 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് വന്നത്. നാളെ തിരുവനന്തപുരത്ത് നെടുമങ്ങാട് സമാപിക്കുമ്പോൾ മുൻ മന്ത്രി സി ദിവാകരൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നതാണ് സമാപന സമ്മേളനം. ഒപ്പം ആ ടീമിലുള്ള എല്ലാ സഹൃദരായ നാട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ ജാഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവരോട് സംസാരിക്കുന്നത് എല്ലാവർക്കും ജാഥ ക്യാപ്റ്റനും ബാക്കിയുള്ള ജാഥയിലും എല്ലാവർക്കും പ്രത്യേകമായ നന്ദി. ഇത് വളരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആയുഷ് മേഖല നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. പരമ്പരാഗതമായ ഒരുപാട് മെഡിസിൻസ് ഇപ്പോൾ ഇല്ലാതാവുന്നു. അതൊരു വലിയ കാര്യം. അതിന് ഒരു ഉപകാരമായി വരുമെങ്കിൽ വളരെ നല്ലതാണ്. അതിനുപരി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആയുഷ് മേഖലയിലുള്ള കാര്യങ്ങൾ പല ആയുർവേദ ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, അവിടെ വേണ്ട സ്റ്റാഫുകളില്ല, അവർക്ക് വേണ്ട വേതനം കിട്ടുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ ഡെയിലി വേജസിലാണ് ഒരുവിധമുള്ള ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലുകളിലും ആളുകളുള്ളത്. എന്നാൽ ഇവർക്കൊക്കെ പറ്റിയ ഒരു പാക്കേജ് കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെ ഒരു നല്ലതായിരിക്കും. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ വിശദമാക്കി ഞാൻ വലുതായിട്ട് പറയുന്നില്ല. തൽക്കാലം തീർക്കുന്നു.